സുഹൃത്തുക്കളെ, ഞാനിന്ന് പതിവ് പോലെ വീഡിയോ ചെയ്യാനായിട്ട് എത്തി. ഈ യൂട്യൂബിലൂടെ ഞാനിങ്ങനെ ബ്രൗസ് ചെയ്ത് പോകുന്നതിനിടയിൽ i2i എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലുണ്ട്. സുനിൽ എന്ന് പറയുന്ന ആളാണ് അതിൻ്റെ എഡിറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. സാമാന്യം നല്ല വ്യൂവർഷിപ്പുള്ള ഒരു യൂട്യൂബാണ്. ആ യൂട്യൂബിൽ ക്രിസ്ത്യൻ സഭകൾ, അവരുടെ അപജയങ്ങൾ, അതിലെ അഴിമതികൾ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ ആ യൂട്യൂബ് ചാനൽ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നതായി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എല്ലാ വീഡിയോകളും ഞാൻ അതിനകത്ത് കാണാറില്ല, എനിക്ക് താല്പര്യമുള്ളത് ഞാൻ ചില കാണാറുണ്ട്. ഞാനിങ്ങനെ ബ്രൗസ് ചെയ്ത് ഇങ്ങനെ പോകുമ്പോൾ ഇന്ന് ഞാൻ കണ്ട ഒരു വീഡിയോ സത്യം പറഞ്ഞാൽ എന്നെ ഞെട്ടിച്ച് കളഞ്ഞു എന്ന് പറയുന്നതിൽ എനിക്ക് യാതൊരു മടിയുമില്ല. ആ വീഡിയോയിലെ പ്രതിപാദ്യ വിഷയം എന്ന് പറയുന്നത് ഒരു പള്ളിയിലെ വികാരി, ഒരു വൈദികൻ, ആ വൈദികൻ്റെ പച്ചയായിട്ടുള്ള കാമഭ്രാന്തിനെ കുറിച്ചിട്ടാണ് ആ വീഡിയോ. എനിക്കത് പറയുന്നതിന് യാതൊരു മടിയില്ല. ആ വീഡിയോയുടെ തലവാചകം ഏതാണ്ട് അതുപോലെ ആയിരുന്നു. അതങ്ങനെ ആ തലവാചകം ഞാൻ അങ്ങനെ വിശദമായി പറയുന്നില്ല. പക്ഷേ ഞാനത് പറഞ്ഞതോടുകൂടി ഞാൻ ആ വീഡിയോ ഒന്ന് പരിശോധിച്ചു. എൻ്റെ സുഹൃത്തുക്കളെ, എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ തല മരവിച്ച് പോകുന്ന സംഭവമാണ് അതിനകത്ത് ഞാൻ കണ്ടത്. ഒരുപക്ഷെ വേറെ വീഡിയോകളിൽ വേറെയൊക്കെ വന്നിട്ടുണ്ടാവും, ഞാൻ കാണാത്തുണ്ടായിരിക്കും. എന്തായാലും ഇത് ഞാൻ എൻ്റെ സത്യം പറഞ്ഞാൽ ഭ്രാന്തായിപ്പോയി. അത് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ ക്രിസ്ത്യൻ സഭകളിലൊക്കെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ച് കുറേ കാര്യങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. കുറേ കാര്യങ്ങളെക്കുറിച്ച് എനിക്കൊരു ബോധ്യമുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും അഴുകി ചീഞ്ഞു നാറിയ സംഭവങ്ങളാണോ ഈ ക്രിസ്ത്യൻ സഭകളിൽ നടക്കുന്നതെന്നുള്ളത് സംബന്ധിച്ച് എനിക്ക് ഇത്രയും ഞെട്ടിക്കുന്ന ഒരു നിലയിൽ ഇപ്പോൾ ഈ സുനിലിൻ്റെ തന്നെ കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ ഒരു പള്ളിയിലച്ഛൻ എന്തോ ഒരു വനിതയുടെ ദേഹത്ത് കയറി അവരുടെ അനുവാദമില്ലാതെ അവരെ എന്തോ തൊടുകയോ ഒക്കെ ചെയ്യുകയും എന്നിട്ട് ആ വൈദികൻ വന്നിട്ട് ആ സ്ത്രീയെടുത്ത് മാപ്പ് പറയുന്നതിൻ്റെയൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. അത് ചെറിയ കുറ്റമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ പറയില്ല. പക്ഷേ ഞാൻ ഈ കണ്ട വീഡിയോ സത്യത്തിൽ ഭ്രാന്തായിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയത്. കാരണം ഈ ക്രിസ്ത്യൻ മതത്തിൽ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ് വൈദികർ, ദൈവത്തിൻ്റെ പ്രതിനിധികൾ. അത് മറ്റു മതങ്ങളിൽ അങ്ങനെയാണോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ദൈവത്തെയാണ് പ്രതിനിധീകരിക്കുന്നത് ഈ മതങ്ങളിലെ, ഈ ക്രിസ്ത്യൻ മതത്തിലെ പുരോഹിതർ അല്ലെങ്കിൽ വൈദികർ എന്നാണ് എനിക്ക് തോന്നുന്നത്, എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അപ്പം അങ്ങനെ ദൈവത്തെ പ്രതിനിധീകരിക്കുന്ന വൈദികർ അവരിതുപോലെ കാമഭ്രാന്ത് പ്രകടിപ്പിച്ചാൽ പിന്നെ ഒന്ന് ആലോചിച്ചു. അതായത് ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ സുരക്ഷ ഒരുക്കാൻ വേണ്ടിയിട്ട് നമ്മളോടൊപ്പം നടക്കുന്ന പോലീസുകാരൻ തന്നെ നമ്മുടെ തലക്കിട്ട് വെടിവെച്ച് അങ്ങനെ ഇരിക്കും. ഇന്ദിരാഗാന്ധിക്ക് പറ്റിയതുപോലെ വേലി തന്നെ വിളവ് തിന്നുന്നു എന്ന് നമ്മൾ പറഞ്ഞിട്ടില്ലേ? അച്ഛൻ മകളോട് മോശമായി പെരുമാറിയാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞതുപോലെ ദൈവത്തിൻ്റെ പ്രതിനിധികളായിട്ടുള്ള വൈദികരുടെ കാമഭ്രാന്ത് ഈ നിലയിലേക്ക് മാറിയാൽ ഉള്ള അവസ്ഥ എന്തായിരിക്കും എന്ന് ആലോചിക്കുക. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കാണെന്ന് പോവുകയാണ്. സുഹൃത്തുക്കളെ, ആ വീഡിയോയിൽ എൻ്റെ വിശദാംശങ്ങൾ അത് വേറൊരു തരത്തിൽ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം. അതായത് കോഴിക്കോട് CSI മലബാർ ഇടവകയിലെ പ്രധാനപ്പെട്ട പള്ളിയായിട്ടുള്ള കോഴിക്കോട് CSI കത്തീഡ്രലിലെ ചെയർമാനായിട്ടുള്ള PT ജോർജ്, അതായത് വടക്കൻ കേരളത്തിലെ CSIക്കാരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു CSI ഇടവകയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പള്ളിയായിട്ടാണ് ഈ കോഴിക്കോടത്തെ CSI ക്രിസ്ത്യൻ CSI കത്തീഡ്രലിനെ കണക്കാക്കിയിട്ടുള്ളത്. അവിടുത്തെ ചെയർമാനും അവരുടെ പല അൺഎയ്ഡഡ് സ്കൂളുകളിലെ മാനേജരുമായിട്ടുള്ള PT ജോർജ് എന്ന് പറഞ്ഞ ഒരു വൈദികനെ കുറിച്ചിട്ടാണ് ഇപ്പോൾ ഒരു വലിയ പരാതി വന്നിരിക്കുന്നത്. ആ പരാതി എന്താണെന്നറിയാമോ നിങ്ങൾക്ക്? ആ പരാതി ഇയാളുടെ ഈ കത്തീഡ്രലിന് പുറകിൽ 20ഓളം പെൺകുട്ടികൾ താമസിക്കുന്ന ഒരു ഹോസ്റ്റലുണ്ട്. അതും ഈ ഇടവക തന്നെ നടത്തുന്നതാണെന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. ആ ഹോസ്റ്റലിലെ 20ഓളം പെൺകുട്ടികൾ കൊടുത്തൊരു പരാതി, ആ പരാതി വെച്ചിട്ടാണ് ഈ വീഡിയോ മുന്നോട്ട് പോകുന്നത്. ആ 20ഓളം പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഹോസ്റ്റലിലെ വാർഡൻ ഈ പറഞ്ഞതുപോലെ പള്ളി
കമ്മിറ്റിക്കാർക്ക് കൊടുത്ത ഒരു പരാതിയാണ്. ആ പരാതിയിൽ പറഞ്ഞിരിക്കുന്നത് വായിക്കാതെ യാതൊരു നിവൃത്തിയില്ല, അത്രയ്ക്ക് ഭീകരമാണ് ആ പറഞ്ഞിരിക്കുന്നത്. ഏതാണ്ട് 20ഓളം പെൺകുട്ടികൾ താമസിക്കുന്ന ഹോസ്റ്റലാണ് ഞങ്ങളുടേത്. ഞങ്ങളുടെ ഹോസ്റ്റലിനെതിരെ താമസിക്കുന്ന PT ജോർജ് എന്ന അച്ഛനിൽ നിന്ന് വളരെ മോശമായിട്ടുള്ള പെരുമാറ്റമാണ് കുറച്ചു കാലമായി ഞങ്ങൾക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പെൺകുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ അച്ഛൻ നഗ്നത പ്രകടിപ്പിക്കുകയും സദാസമയം ഹോസ്റ്റലിലേക്ക് നോക്കി നിൽക്കുകയും കുട്ടികളെ നോക്കി സ്വയം ഭോഗം ചെയ്യുകയും ചെയ്യുന്നു. അശ്ലീലമാണ്, പക്ഷേ പറയാതെ നിവൃത്തിയില്ല. ആര്? അവിടുത്തെ അച്ഛൻ, ആ പള്ളിയിലെ ചെയർമാൻ, അതായത് ദൈവത്തിൻ്റെ പ്രതിനിധി അല്ലേ, ക്രിസ്ത്യാനികളുടെ ആണെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധി. അയാൾ എന്താ ചെയ്യുന്നത്? പെൺകുട്ടികൾ പുറത്തിറങ്ങുമ്പോൾ ഇയാൾ നഗ്നത പ്രകടിപ്പിക്കുകയും സദാസമയം ഹോസ്റ്റലിലേക്ക് നോക്കി നിൽക്കുകയും കുട്ടികളെ നോക്കി സ്വയം ഭോഗം ചെയ്യുകയും ചെയ്യുന്നു. പെൺകുട്ടികളെ നോക്കി ഈ അച്ഛൻ എഴുതി വച്ചിരിക്കുകയാണ്. പെൺകുട്ടികൾ പറയുകയാണ് ഇത് സഹിക്കാൻ കഴിയുന്നതിലും അപ്പുറത്താണ്, ഇയാൾക്കെതിരെ കർശനമായ നടപടിയെടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. അല്ലാത്ത പക്ഷം ഞങ്ങൾക്ക് പോലീസിലും വനിതാ സെല്ലിലും പറയേണ്ടി വരും. ഒരു പുരോഹിതനെതിരെ കേസ് വരുന്നത് നമ്മുടെ സഭയ്ക്ക് മോശമാണല്ലോ. കുട്ടികളുടെ കയ്യിൽ ഫോട്ടോയും വീഡിയോയും അടങ്ങുന്ന തെളിവുകളുണ്ട്. ആയതിനാൽ മേൽ നടപടികൾ സ്വീകരിക്കണം. എങ്ങനെയുണ്ട്? PT ജോർജ് എന്ന് പറഞ്ഞിട്ട് ഈ അച്ഛൻ്റെ വിക്രിയയാണ് ഞാനീ പറഞ്ഞത്. ആ കത്ത് അതിനകത്തുണ്ട്, അത് പിന്നെ ആ വീഡിയോയിലുണ്ട് ആ കത്ത്. അപ്പോൾ അത് പറഞ്ഞതിന് ശേഷം പിന്നെ അത് 20/4/2024 ആ പരാതി ഉണ്ടായത്. 25/4/2024 തന്നെ അതിനുമേലൊരു മേൽനടപടി ഉണ്ടായി. ആ മേൽനടപടി എന്ന് പറയുന്നത് മലബാർ ഇടവകയുടെ ബിഷപ്പായിട്ടുള്ള ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ, അദ്ദേഹമാണ് മലബാർ ഇടവകയുടെ ബിഷപ്പ്. ഇയാൾക്കൊരു കത്ത് കൊടുക്കുന്നു. ആർക്ക്? PT ജോർജിന്. അയാളോട് പറയുന്നു, നിങ്ങൾ 25-ാം തീയതി മുതൽ 2 മാസത്തേക്ക് അവധിയിൽ പോകണം. നിങ്ങളുടെ ഈ ചെയർമാൻ്റെ ചാർജ് നിങ്ങൾ ജേക്കബ് ഡാനിയലിന് കൊടുക്കണം. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കുറേ സ്കൂളുകളുടെ മാനേജരാണ് ഇയാൾ. ആ ചാർജ് നിങ്ങൾ CK ഷൈൻ എന്ന് പറഞ്ഞ ആളുടെ ഏൽപ്പിക്കണം. നിങ്ങൾ താമസ സ്ഥലം 30-ാം തീയതിയോടുകൂടി നിങ്ങൾ വെക്കേറ്റ് ചെയ്യണം. തുടർ നടപടി എന്താണെന്നുള്ളത് ബന്ധപ്പെട്ട അന്വേഷണ കമ്മീഷൻ തീരുമാനിക്കും, ഫൈനലൈസ് ചെയ്യും. ഇതും പറഞ്ഞിട്ടാണ് 25/4/2024 ഈ മലബാർ ഇടവകയുടെ ബിഷപ്പായിട്ടുള്ള ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ ഇയാൾക്കൊരു കത്ത് കൊടുത്തിരിക്കുന്നത്. അതും അതിനകത്ത് പറയുന്നു. സുഹൃത്തുക്കളെ, പിന്നീട് പറയുന്ന കാര്യങ്ങൾ അതിനേക്കാൾ ഭീകരമാണ്. പിന്നീട് പറയുന്ന കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇയാൾ നിരന്തരം ഇതുപോലെ ചെയ്യുന്നൊരു പെർപ്പച്വൽ ഒഫൻഡറാണ് ഇയാളൊരു നിരന്തരമായിട്ടുള്ളൊരു സ്ത്രീ പീഡകനാണ്. സ്ത്രീ പീഡനമാണ് ഇയാളുടെ ജോലി. ആരുടെ? ഈ അച്ഛൻ്റെ. അച്ഛൻ എന്ന് പറഞ്ഞാൽ ചെറിയ ആളല്ല, അവിടുത്തെ ചെയർമാനാണെന്ന് മാത്രമല്ല അയാൾ പല സ്കൂളുകളുടെയും അൺഎയ്ഡഡ് സ്കൂളുകളുടെയും മാനേജർ കൂടിയാണ്. അവിടുത്തേക്കൊരു അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. എന്നിട്ട് അതിനകത്ത് പറയുകയാണ് ഇയാൾക്കെതിരെ ഇതിനു മുമ്പും പരാതി ഉണ്ടായിട്ടുണ്ട്. ആ പരാതി നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം. 2018 സുൽത്താൻ ബത്തേരിയിലെ സെൻറ് തോമസ് CSI പള്ളിയിലെ വികാരിയായിരുന്നു ഇയാൾ. അവിടെ ഇടവകയുടെ അധീനതയിലുള്ള ബഥേൽ വനിതാ ഹോസ്റ്റലിലെ വിദ്യാർത്ഥികളും ഇയാൾക്കെതിരെ പരാതി നൽകിയിരുന്നു. 2018 പരാതി നൽകിയിരുന്നു. അതിനകത്ത് അന്വേഷണ കമ്മീഷൻ വന്നു. എന്തായിരുന്നു പരാതി എന്നറിയാവോ? ജനലിലൂടെയും കതകിലൂടെയും ഇയാൾ പെൺകുട്ടികളെ ഒളിഞ്ഞു നോക്കും, പെൺകുട്ടികൾ അലക്കുന്നിടത്ത് നിന്ന് ഒളിഞ്ഞു നോക്കും, ആവശ്യമില്ലാതെ അടുക്കളയിൽ കയറി വിരകും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 2018 ഇയാൾ ജോലി ചെയ്തിരുന്ന CSI പള്ളിയിലെ വികാരിയായിട്ട് ഇയാൾ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അയാളുടെ ഇടവകയുടെ അധീനതയിലുള്ള ബഥേൽ വനിതാ ഹോസ്റ്റലിലെ പെൺകുട്ടികൾ കൊടുത്ത പരാതിയാണിത്. ആലോചിച്ച് നോക്കണം. അതിനെക്കുറിച്ച് അന്വേഷണം വന്നു. പെൺകുട്ടികൾ ഉറച്ചു നിന്നു, അവരുടെ പരാതിയിൽ ഉറച്ചു നിന്നു. പക്ഷേ എന്താ സംഭവിച്ചെന്നറിയാവോ? ഒരു ശിക്ഷ ഉണ്ടായില്ല. അന്വേഷണം നടന്നു, ശിക്ഷയുണ്ടായില്ലെന്ന് മാത്രമല്ല അയാളെ കൊള്ളാവുന്ന മറ്റൊരു പള്ളിയിലേക്ക് സ്ഥലം മാറ്റി. ആലോചിച്ച് നോക്ക്, സ്ഥലം മാറ്റി അയാളെ. എന്ന് മാത്രമല്ല അയാൾക്ക് കുറച്ച് കഴിഞ്ഞപ്പം അയാളെ പ്രമോട്ട് ചെയ്തു. അതായത് അന്ന് അയാൾക്കെതിരെ ഉണ്ടായിരുന്ന പരാതി എന്നറിയോ? വയനാട് ബത്തേരി വനിതാ ഹോസ്റ്റൽ പരിസരത്ത് നഗ്നതാ പ്രകടനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ അയാളെ പിടികൂടി. ആലോചിച്ച് നോക്ക്. CSIയിലെ ഒരു അച്ഛനേക്കൻ്റെ കാര്യമാണ് ഞാനീ പറയുന്നത്.
അയാൾ ദൈവത്തിൻ്റെ പ്രതിനിധിയാണ്, യേശുക്രിസ്തുവിൻ്റെ പ്രതിനിധിയാണ്. അയാൾ 2018 വയനാട് ബത്തേരി വനിതാ ഹോസ്റ്റൽ പരിസരത്ത് നഗ്നതാ പ്രദർശനം നടത്തിക്കൊണ്ടിരുന്നപ്പോൾ പിടികൂടി. ആലോചിച്ച് നോക്ക്, എത്ര ജീർണിച്ചു ഈ സംവിധാനങ്ങളൊക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നിട്ട് 9ഓളം പെൺകുട്ടികളുടെ പരാതി ഉണ്ടായിരുന്നു. അവിടെയും ഇയാൾ രക്ഷപ്പെട്ടു. അവിടെ ഇയാളെ സഹായിച്ചാരാന്നറിയാവോ? ഇപ്പം ഇയാൾക്ക് ഈ കത്ത് കൊടുത്തിരിക്കുന്ന ബിഷപ്പുണ്ട്, റോയ്സ് മനോജ് വിക്ടർ എന്നാണ് ആരോപണം ഉയർന്നിരിക്കുന്നത്. അവിടെയും ഒന്നും സംഭവിച്ചില്ല. അയാൾ അവിടുന്ന് രക്ഷപ്പെട്ടു. അയാൾക്ക് സ്കൂളുകളുടെ ചുമതല നൽകി, ഒതുക്കി തീർക്കാൻ ശ്രമം നടത്തി. കാരണം ഈ PT ജോർജ് എന്ന് പറഞ്ഞയാൾ മലബാർ ഇടവകയുടെ ബിഷപ്പായിട്ടുള്ള റോയ്സ് മനോജ് വിക്ടറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അനുയായി ആയതുകൊണ്ട് അയാൾ സ്ത്രീകൾക്കെതിരെ അയാളുടെ കാമഭ്രാന്ത് നിരന്തരമായി ഉപയോഗിച്ചിട്ടും അയാൾ രക്ഷപ്പെട്ടു പോവുകയാണ്. ഇനി ഇപ്പോഴത്തെ കാര്യം നമ്മൾ എടുക്കൂ. ഇപ്പോൾ 20 പെൺകുട്ടികളുടെ പരാതിയില്ലേ? അവരുടെ കയ്യിൽ ഡിജിറ്റൽ തെളിവുണ്ടെന്ന്, അവർ കുട്ടികളുടെ കയ്യിൽ ഫോട്ടോയും വീഡിയോയും അടങ്ങുന്ന തെളിവുകളുണ്ട് എന്നവർ പറഞ്ഞിട്ടില്ലേ? സ്വാഭാവികമായും ഇതുപോലൊരു സ്ത്രീ പീഡകനെ, ഇതുപോലൊരു നരാധമനെ തെളിവുകളോടെ പിടിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ആ തെളിവ് പോലീസിന് കൈമാറി അയാളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടല്ലേ അയാളുടെ മുകളിലുള്ള പുരോഹിതന്മാർ ശ്രമിക്കേണ്ടത്? അതിന് പകരം ഓരോ തവണ ഇയാൾ സ്ത്രീ പീഡനം നടത്തുമ്പോഴും ഈ നരാധവനെ കയ്യോടെ രക്ഷിച്ച് അയാളെ പ്രൊമോട്ട് ചെയ്ത് ഉയർന്ന സ്ഥാനങ്ങളിൽ വെക്കുകയാണ് അയാളുടെ മുകളിലുള്ള ബിഷപ്പന്മാർ. ആലോചിച്ച് നോക്ക്, എത്ര ഭീകരമാണ് അവസ്ഥ. പല സ്കൂളുകളുടെ മാനേജറാണ് അയാൾ. അവിടുത്തെ പിള്ളേരുടെയൊക്കെ അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. അയാൾ അവിടുത്തെ വലിയൊരു പള്ളിയിലെ ചെയർമാനാണ്. അയാൾ അതിൻ്റെ പുറകിലുള്ള ഹോസ്റ്റലിലെ പെൺകുട്ടികളെ അങ്ങോട്ട് സദാസമയം നോക്കിയിരിക്കുകയും അവരെ കണ്ട് സ്വയംഭോഗം നടത്തുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു പെർവേർട്ടാണ് അയാൾ. ഒരു മാനസിക രോഗിയാണ് അയാൾ. അയാൾക്കെതിരെ 6 വർഷം മുമ്പ് മുതൽ തന്നെ പരാതികൾ ഉണ്ടായിട്ടും അയാൾ രക്ഷപ്പെട്ട് ഉന്നത സ്ഥാനത്തിരുത്തുകയാണ് ഇയാളുടെ ഇയാളുടെ മുകളിലുള്ള ബിഷപ്പന്മാർ. അപ്പം ഞാൻ പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ പറയേണ്ടി വരും. ഞാൻ പറഞ്ഞു വരുന്നത് ഇവിടുത്തെ മതങ്ങളുടെ ഉള്ളിലെ ജീർണത എത്ര ഭീകരമാണ് എന്നുള്ളതാണ് ഇതിനകത്ത് നിന്ന് നമുക്ക് പുറത്തു വരുന്നത്. ഇതിൻ്റെ ഒരു ഈ പറഞ്ഞ പോലെ വൾഗറായിട്ടുള്ള ഒരു അണ്ടർ ബെലി, അതാണ് ഇതിനകത്തൂടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ അന്വേഷിച്ചപ്പോഴത്തേക്ക് CSIക്കാർക്ക് കുമ്പസാരമില്ല എന്നാണ് എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞത്. എൻ്റെ സുഹൃത്തുക്കളെ, ഇയാൾ കുമ്പസരിക്കാൻ വല്ല സ്ത്രീകളെ വിളിച്ചിരുന്നെങ്കിലുള്ള അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. കുമ്പസാരം ഇല്ലാത്തതുകൊണ്ട് ഭാഗ്യം. അത്രയ്ക്ക് വലിയൊരു നരാധമനെയും ഒരു മാനസിക രോഗിയെയും രക്ഷിച്ച് അയാളെ ഉന്നത സ്ഥാനത്തിരുത്തിക്കൊണ്ടിരിക്കുന്ന CSI സഭയിലെ മുഖ്യ വൈദികന്മാരെ കുറിച്ചിട്ട് നമ്മൾ എന്ത് പറയാനാണ്? ഇതിലും പറഞ്ഞിരിക്കുന്നത് എന്താ? അന്വേഷണ കമ്മീഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താ അന്വേഷണ കമ്മീഷൻ? ഒരുത്തൻ സ്ത്രീകളോട് ഒഫൻസീവായിട്ട് പെരുമാറിക്കഴിഞ്ഞാൽ അവനെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനല്ലേ അവൻ്റെ മുകളിലുള്ള പുരോഹിതന്മാർ വൈദികന്മാർ ശ്രമിക്കേണ്ടത്. അതിന് ഒരു അന്വേഷണ കമ്മീഷൻ. ഈ അന്വേഷണ കമ്മീഷനിൽ എന്താ സംഭവിക്കുന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഇതിനു മുമ്പുള്ള അന്വേഷണ കമ്മീഷനിൽ സംഭവിച്ചത് നമുക്ക് കാണാൻ കഴിയില്ലേ? അപ്പോൾ അതുകൊണ്ട് അത്ര ഭീകരമായിട്ടുള്ള അവസ്ഥയാണ് ഈ ക്രിസ്ത്യൻ പല മതങ്ങളിലും നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ ഒരു പുതിയ ഉദാഹരണമാണിത്. ഒരുപാട് കഥകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. നമ്മൾ അഭയ കേസ് മുതൽ ഇങ്ങോട്ട് നമ്മൾ എത്രയോ കന്യാസ്ത്രീകളുടെ മരണത്തെക്കുറിച്ച് കേൾക്കുന്നു, എത്രയോ സ്ത്രീ പീഡനങ്ങളെക്കുറിച്ച് കേൾക്കുന്നു. ഈ ക്രിസ്ത്യൻ മതത്തിൽ ഫ്രാങ്കോ മുളയ്ക്കൽ എന്ന് പറഞ്ഞ ആളെക്കുറിച്ച് നമ്മൾ കേട്ടു. എവിടെയെങ്കിലും എന്തെങ്കിലും തെളിഞ്ഞിട്ടുണ്ടോ സുഹൃത്തുക്കളെ? കാരണം എന്താ? ഇതൊക്കെ സംഘടിത വോട്ട് ബാങ്കാണ് ഈ മതസമൂഹങ്ങൾ. അതുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയും ഇവർക്കെതിരെ ഒന്നും ചെയ്യില്ല, ചെറുവിരൽ അനക്കില്ല. അതുകൊണ്ട് തന്നെ ഇവർക്കെന്തും ചെയ്യാം. ഒരു കേസും വരില്ല, ഒന്നും വരില്ല. എന്ന് മാത്രമല്ല, ഇവർ സംഘടിത മതങ്ങളാണ്. സംഘടിത മതങ്ങളായതുകൊണ്ട് ഇവരെ മതത്തിലുള്ളവർക്ക് വെല്ലുവിളിക്കാൻ കഴിയില്ല. കാരണം സംഘടിത മതങ്ങളുടെ നേതൃസ്ഥാനത്തിരിക്കുന്ന വലിയ പുരോഹിതന്മാർ, ബിഷപ്പന്മാർ, അവരെതിർത്താൽ കല്യാണം നടക്കില്ല, അവരെതിർത്താൽ ജോലി കിട്ടില്ല, അവരെതിർത്ത് കഴിഞ്ഞാൽ മാനം മര്യാദയ്ക്ക് ശവമടക്ക് പോലും നടക്കില്ല സുഹൃത്തുക്കളെ. അവരെതിർത്ത് കഴിഞ്ഞാൽ കുട്ടികളെ സ്കൂളിൽ പഠിപ്പിക്കാൻ പറ്റില്ല, അവരെതിർത്ത് കഴിഞ്ഞാൽ കുട്ടികളുടെ മാമോദീസ നടക്കില്ല, അവരെതിർത്ത് കഴിഞ്ഞാൽ മരിക്കുന്നവരുടെ അന്ത്യകൂദാശ നടക്കില്ല. അതുകൊണ്ട് ഈ മതങ്ങളിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ എല്ലാ പീഡനങ്ങളും സഹിച്ചും ക്ഷമിച്ചും കഴിയുകയാണ്. അതിൻ്റെ ഏറ്റവും പുതിയ ഉദാഹരണമാണ് ഞാൻ ഈ പറഞ്ഞ PT ജോർജ് എന്ന് പറഞ്ഞ ഈ നരാധമൻ്റെ അനുഭവം. ഇന്നത്തെ സാഹചര്യത്തിൽ ഈ നരാധമനെ ഈ മലബാർ ഇടവകയിലെ ബിഷപ്പായിട്ടുള്ള ഡോക്ടർ റോയ്സ് മനോജ് വിക്ടർ ഇനിയും രക്ഷപ്പെടുത്തും. അയാൾ ഇനിയും ഇതിൻ്റെ ഉന്നതമായ സ്ഥാനത്തിരിക്കും.
ആ ഉന്നതമായ സ്ഥാനത്തിരുന്നു കൊണ്ട് അയാൾ ഇനിയും പാവപ്പെട്ട സ്ത്രീകളെ പീഡിപ്പിക്കുന്ന അയാളുടെ പ്രവർത്തനം അനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇയാളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് എനിക്ക് പറയാൻ കഴിയില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കെതിരെ കേസ് വരും എന്നുള്ളത് കൊണ്ട് മാത്രം ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയാൻ ആഗ്രഹിക്കുന്നില്ല.